ശ്രീമതി കെ കെ രമ, CPM നേതൃത്വത്തിന്റെ പങ്ക് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തള്ളിക്കളയുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. രമയ്ക്ക് തെളിവുണ്ടെങ്കിൽ കൊടുക്കാമായിരുന്നല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു മുന്നണി പോലെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് സ്വാഭാവികമായും അങ്ങനെ പറയാനാകൂ. ഇവിടെ എന്നിട്ടും കെ കെ രമ പറയുന്നു CPM ആണ് പ്രതി, CPM ആണ് ശിക്ഷിക്കപ്പെട്ടത് എന്ന്. എന്തുകൊണ്ട്? അല്ല, ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ സാറ് എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. എൻ്റെ ബോധ്യം അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ബോധ്യം വളരെ കൃത്യമാണ്. അത് പൂർണ്ണമായിട്ടും CPM നേതൃത്വത്തിൻ്റെ പങ്ക്, അത് ഞങ്ങളുടെ ബോധ്യം വെറുതെ ബോധ്യപ്പെടുന്നതല്ല. ഈ പറഞ്ഞ കാരണങ്ങൾ തന്നെ ഇതിന് മതിയായ, ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ വിധി തന്നെ ഏറ്റവും മതിയായ കാരണമാണ്. കാരണം 2 ജില്ലകളിലെ ഏരിയ നേതൃത്വങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് CPM നേതൃത്വത്തിൻ്റെ അനുവാദമുണ്ട്, സമ്മതമുണ്ട്, അവരുടെ തീരുമാനമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്തതാണ്. അത് കോടതിയിൽ തെളിയിക്കുക എന്നത് തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ പോയത്. ആ കേസ് ഹൈക്കോടതിയിലാണുള്ളത്. ഇപ്പോൾ അതിന് പല പ്രാവശ്യം അതെടുത്തും സംസ്ഥാന സർക്കാർ മതിയായ കാര്യങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് അതവിടെ പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. വിചാരണ കോടതി, ആ കോടതിയുടെ വിധിയിൽ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ഗൂഢാലോചന പറയുന്നുണ്ടല്ലോ. ഗൂഢാലോചനയുണ്ട് ഈ കേസിൽ. ഇതൊരു ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകമാണ്. വളരെ വ്യക്തമായിട്ട് വിചാരണ കോടതിയിൽ അത് വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിന് ഗൂഢാലോചനയുണ്ട് എന്ന്. എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങളായി, 12 വർഷമായല്ലോ, വിധി വന്നിട്ട് 10 വർഷം കഴിഞ്ഞു, എന്തേ ഈ സർക്കാരിനെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല? അത് കൊണ്ടുപോയില്ലല്ലോ ഇതുവരെ. ആരാണ് ചെയ്യേണ്ടിയിരുന്നത്? അത് ചെയ്യാൻ ഈ CPM തയ്യാറാവില്ല. കാരണം അവരുടെ ഭരണമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്, അവരുടെ ആളുകളാണല്ലോ വെളിച്ചത്ത് കൊണ്ടുവരിക. അതുകൊണ്ട് ആ പോരാട്ടം ഞങ്ങൾ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കും. അതിൽ ഒരു സംശയമില്ലാത്തതാണ്. അത് പൂർണ്ണമായിട്ടും വസ്തുതകൾ വളരെ കൃത്യമാണ് എന്നുള്ളതാണ്. എനിക്ക് DYFI നേതാവ് അരുൺകുമാർ, ഇവിടെ സഖാവ് അരുൺകുമാർ ചില വാദങ്ങൾ, അദ്ദേഹം ഒരു അഡ്വക്കറ്റാണ്, അദ്ദേഹം ഇവിടെ പറഞ്ഞത് കേസിലെ സാക്ഷികൾ RSSകാരാണ്, RMPക്കാരാണ്, അതുകൊണ്ടാണ് ഈ തരത്തിലേക്ക് വന്നത്. അദ്ദേഹം ഒരു അഡ്വക്കറ്റായിട്ട് ഈ തരത്തിൽ പറയുമോ എന്നുള്ളത് എനിക്ക് അത്ഭുതമാണ്. കാരണം ഒരു സാക്ഷികളുടെ കൊടിയുടെ നിറവും മണവും ജാതിയുമൊക്കെ നോക്കിയിട്ടാണോ സാക്ഷികളെ കോടതി വിശ്വാസത്തിലെടുക്കുക? അങ്ങനെയാണോ കോടതി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ? എനിക്കറിയില്ല. അദ്ദേഹം ഒരു വക്കീലാണല്ലോ. അങ്ങനെയാണെങ്കിൽ ജഡ്ജിക്കും രാഷ്ട്രീയമുണ്ടെന്ന് പറയല്ലോ. വിധിച്ച ജഡ്ജിമാരും ഒരുപക്ഷെ RMPക്കാരാണെന്നോ RSSകാരാണെന്നൊക്കെ ഇവർ പറയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ബാലിശമായ, നിരർത്ഥകമായ കുറേ വാദങ്ങളാണ് ഇവർ ഇപ്പോൾ വീണ്ടും മുന്നോട്ട് വെക്കുന്നത്. 52 സാക്ഷികൾ ഒരു കേസാണ്. 2 ജില്ലാ നേതൃത്വങ്ങളിലുള്ളവരുടെ പങ്കാളിത്തത്തെ കുറിച്ച് പറയുന്നു. അതിനപ്പുറം CPM ഒളിത്താവളം നൽകി, അവർക്ക് നിയമസഹായം നൽകി. രമ തന്നെയാണ് പറഞ്ഞത്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഭാസ്കരൻ മാഷ് 5 മാസമായി കേസിൻ്റെ നേരിട്ടുള്ള നടത്തിപ്പ് പരോളിനെ കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആ നിലയിൽ ഈ കേസിൽ എങ്ങനെയെങ്കിലും ശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടി, കൂടുതൽ പേർക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി CPM എന്ത് ചെയ്തു എന്നാണ് രമ വിശദീകരിക്കുന്നത്. അല്ല, കൂടുതൽ പേർക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി പാർട്ടി എല്ലാ സംവിധാനങ്ങളും ആവതിനകത്ത് പാർട്ടി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. കാരണം അതാണ് പിന്നെ ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചല്ലേ, താങ്കളിപ്പോൾ പറഞ്ഞ CPMന് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് പ്രത്യേക ചുമതല കൊടുത്ത് കോടതിയിൽ നിർത്തുക. ഈ കേസിൽ ഹാജരായ വക്കീലന്മാർ, ഇവിടെ ഈ 7 കൊടും ക്രിമിനലുകളുണ്ടല്ലോ, ഈ ക്രിമിനലുടെ വക്കീൽമാർ ആരാണ് ഇവരുടെ കേസ് നടത്തിയത്? ആരാണ് ഈ വക്കീലന്മാർക്ക് ഫീസ് കൊടുത്തത്? എല്ലാം വക്കീലും ഈ ഒരു അഡ്വക്കേറ്റ് രാമൻപിള്ളയും അവരുടെ കൂടെയുള്ള അഡ്വക്കേറ്റ് വിശ്വനും ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നല്ലോ കോടതിയിൽ. ഞാൻ പല ദിവസങ്ങളിലും കോടതിയിൽ വാദം കേൾക്കാൻ പോയിരുന്നു. ആ സമയത്തൊക്കെ ഈ പ്രതികൾക്ക് വേണ്ടി ഉൾപ്പെടെയുള്ള വാദങ്ങൾ നിരത്തുന്നത് ഈ അഡ്വക്കേറ്റ്മാരാണല്ലോ. ഇവരുടെ ചെലവാരാണ് നടത്തുന്നത്? എന്തിനാണ് ഇത്തരം ദിവസങ്ങളിൽ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അവിടെ വന്നിരിക്കുന്നത്? അതുമാത്രമോ, കീഴ്ക്കോടതിയിൽ, നമുക്ക് വിചാരണ കോടതിയിൽ നമ്മൾ കണ്ടതാണല്ലോ, അവിടെയും ഇദ്ദേഹത്തിനായിരുന്നു ചാർജ്. എല്ലാ ദിവസവും കോടതിയിൽ ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള വെള്ളം വാങ്ങി വരുവും പ്രതികൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ഇവരാണ്. ജയിലിൽ ശിക്ഷ അനുഭവിച്ചു. ഈ ശിക്ഷ ഇവർക്കൊരു 2ാം വീടായിരുന്നല്ലോ ജയില്.
സുഖവാസത്തിനുള്ളൊരു വീട്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തില്ലേ? എത്ര ദിവസമാണ് പരോള് കൊടുത്തത്? 2022 വരെ 250 ദിവസം കുഞ്ഞനന്തനും അതുപോലെ തന്നെ രാമചന്ദ്രനും ഉൾപ്പെടെ പരോള് കൊടുത്തിട്ടുണ്ട്. അവർ മിക്ക ദിവസങ്ങളിലും ജയിലിന് പുറത്തായിരുന്നു. എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ടല്ലേ, CPM-ന്റെ ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? ഇതൊക്കെ ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് അഭ്യാസങ്ങളിലൊന്നാണ്. എന്നിട്ടും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ്. അതാണ് വിചാരണ കോടതി വെറുതെ വിട്ട രണ്ട് പ്രതികൾ ചില്ലറക്കാരല്ല, പ്രധാനപ്പെട്ട ആളുകളാണ്. ഏരിയ കമ്മിറ്റി മെമ്പർ, CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ അത്ര മോശക്കാരാണോ? എനിക്കറിയില്ല. അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞു മോഹനനിൽ മാത്രം ഇപ്പോൾ നിൽക്കുന്നു, അത് പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ഏരിയ കമ്മിറ്റി മെമ്പർമാർ, ഏരിയ കമ്മിറ്റിയിലെ മെമ്പർമാരൊക്കെ മോശക്കാരായ ആളുകളായിരിക്കും? ഏരിയ കമ്മിറ്റി അവരൊന്നും പാർട്ടിക്കാരല്ലേ? കുഞ്ഞനന്തൻ എന്ന് പറയുന്നത് കണ്ണൂരിലെ ഏറ്റവും പ്രധാന ആള്, പിണറായി വിജയന്റെ വലങ്കൈയായിരുന്ന കുഞ്ഞനന്തൻ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ശിക്ഷ പോലും ശരിവെച്ചു കോടതി. എന്താ പറയുന്നത്? ആ ശിക്ഷയും ശരിവെച്ചില്ലേ? അപ്പോൾ ഇത് എങ്ങനെയാണ് ഇല്ലായതെന്ന് പറയുന്നത്? ഇതാണ് പറയുന്നത്. ഇത് പക്ഷേ CPM ഒരു കാലത്തും അംഗീകരിക്കില്ല. അതിന് ചില കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പറയുകയാണ് 32 പ്രതികളെയാണ് വിചാരണ നടത്തിയത്, അതിൽ 12 പേരെയാണ് ശിക്ഷിച്ചത്. അതിൽ ഒരു ആൾ മരിച്ച് ബാക്കി 11 പേർ, ഒരാൾക്ക് 3 കൊല്ലം ശിക്ഷ, 10 ഇപ്പൊ രമ പറയുന്നത് പോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് CPM-ന്റേത്. CPM-ൽ എന്ന് കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാകില്ല. പക്ഷേ നമുക്ക് പി മോഹനിലേക്ക് തിരിച്ചു വന്നാൽ, പി മോഹനൻ ആ സമയത്ത് പൂക്കടയിൽ വെച്ച് ഗൂഢാലോചന നടത്തി എന്ന് കണ്ടു എന്നാണല്ലോ മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ മഹസർ തയ്യാറാക്കിയത് വലിയ വിഷയമായി വരാൻ പോവുകയാണ്. അതവിടെ നിൽക്കട്ടെ, അത് നിയമപരമായിട്ടുള്ള നടപടികൾ. പക്ഷെ അവിടെ ഒരു പ്ലോട്ട് തയ്യാറാക്കിയത് ആരാണ് രമ? എന്തുകൊണ്ടാണ് ആ സമയത്ത് പി മോഹനൻ ഓർക്കാട്ടേരിയിലെ പൂക്കടയിൽ വെച്ച് ഗൂഢാലോചന KC രാമചന്ദ്രനുമായി നടത്തി എന്ന് പറയുന്നത് ഒരാൾ കേട്ടു എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലോട്ട് തയ്യാറാക്കേണ്ടി വന്നത്? എങ്ങനെയാണ് നിങ്ങൾ അത് വിശദീകരിക്കുക? അത് പിന്നീട് വാസ്തവമല്ല എന്ന് തെളിഞ്ഞല്ലോ. അതേസമയം തന്നെ ദീപശിഖ പ്രയാണവുമായി പി മോഹനൻ പോവുകയായിരുന്നല്ലോ. അദ്ദേഹം ദീപശിഖ കൈമാറുമ്പോഴുള്ള വാച്ചിലെ സമയം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണത് നിങ്ങൾ ന്യായീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണത് സംഭവിച്ചതെന്നാണ് രമ വിശദീകരിക്കുന്നത്? അല്ല നികേഷ്, അത് ന്യായീകരിക്കുകയല്ല. ഞാനതിനെ ന്യായീകരിക്കാനോ അല്ല ഇതാവാനോ ഒന്നും ഞാൻ തയ്യാറല്ല. എൻ്റെ മുന്നിലുള്ളത് സത്യങ്ങളാണ് നികേഷ്. ഞാൻ വിശ്വസിക്കുന്ന സത്യങ്ങളെ, അറിയുന്ന കാര്യങ്ങൾ, അത് സത്യമാണ്. ഈ പ്രതികൾ ഈ ഗൂഢാലോചന നടത്തി, അത് ചിലപ്പോൾ വലിയൊരു കേസ് വരുമ്പോൾ, അല്ലെങ്കിൽ 3 മാസം കൊണ്ട് കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിക്കേണ്ട ഒരു സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ചില അപാകതകൾ ഉണ്ടാവും. ഏത് കേസിലും ഉണ്ടാവുന്നതായിരിക്കും. അങ്ങനെ അപാകതകൾ വന്നതുകൊണ്ട് അത് ആ സംഭവം നടന്നിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. എൻ്റെ ബോധ്യം, അല്ലെങ്കിൽ ഞാനിപ്പോഴും അതൊരു സത്യമാണ്. മോഹനനുൾപ്പെടെ ഈ ഗൂഢാലോചന നടത്തി, CPM-ന്റെ ഉന്നതമായ ആളുകൾ ഗൂഢാലോചന നടത്തിയാണ്. കാരണം അവരുടെ തീരുമാനമായിരുന്നു. ആ ഇലക്ഷനിൽ 1.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ച സതീദേവി ആ പാർലമെന്റ് മണ്ഡലത്തിൽ പരാജയപ്പെടുന്നു. ആ പാർലമെന്റ് ഇലക്ഷനിൽ പി മോഹൻ അവിടെ ആക്രമിക്കപ്പെടുന്നു. ഇതിന്റെ പിന്നിലെല്ലാം ചന്ദ്രശേഖരനാണ് എന്നത് തന്നെയാണ് പി മോഹൻ ഉൾപ്പെടെ വിശ്വസിച്ചിരുന്നത്. അതാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. കാലാകാലമായി CPM-ന് കൈമോശം വരാത്ത ഒരു പാർലമെന്റ് മണ്ഡലം കൈവിട്ടപ്പോൾ അത് ഈ പാർട്ടി RMPI എന്ന ഒരു പാർട്ടി രൂപീകരിച്ചത് അത് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളത് കൂടി കൊണ്ട് തന്നെയാണ് അവർ ആ കൃത്യത്തിലേക്ക് നടത്തിയത്. അത് ചിലപ്പോൾ ചില അപാകതകൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് സത്യമല്ലാതാകുന്നില്ല. പക്ഷേ ഞാനതാ പറഞ്ഞത്, കീഴ്ക്കോടതിയിൽ അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ വന്ന ആ അപാകതകൾ പരിഹരിച്ചുകൊണ്ടാണ് അപ്പീൽ കോടതിയിൽ കാര്യങ്ങൾ പരിശോധിക്കുക. അവിടെയും അപാകത വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ തെളിയിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് കോടതിയുണ്ട് നികേഷ്. അവിടെ തെളിയിക്കപ്പെടാൻ സാധിക്കും. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം ഇത് സത്യമാണ് എന്ന് പൂർണ്ണമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം കുഞ്ഞനന്തൻ മോഹനനെ വിളിച്ചിട്ടുണ്ട്. ഇത് പാർട്ടി ആലോചിച്ചാണോ നടത്തട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആ ഫോൺ, ഒരുപക്ഷെ ആ ഫോൺ ഹാജരാക്കാൻ ഫോൺ നശിപ്പിക്കപ്പെട്ടു. അതാ ഞാൻ പറഞ്ഞ 52 സാക്ഷികൾ കൂറുമാറി. പ്രധാനപ്പെട്ട സാക്ഷികൾ, ഈ പൂക്കടയിൽ ഉൾപ്പെടെയുള്ള ആലോചനകളെ തെളിയിക്കേണ്ട സാക്ഷികൾ കൂറുമാറി. എങ്ങനെ കൂറുമാറിയത്? മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷി പറഞ്ഞ ആളുകൾ കൂറുമാറിയ കേസാണിത്
നിസ്സാരമായിരുന്നില്ല. ആരുടെ ഈ CPM ഈ സ്വാധീനത്തിൽ വന്ന് ഭയത്തിൽ ആ ഒരു സാക്ഷി പറഞ്ഞാൽ അവർക്ക് പിന്നീട് അവിടെ പോയി ജീവിക്കാൻ സാധിക്കില്ല എന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് എങ്ങനെയാണ്, എത്ര സഖാക്കളെ വെട്ടി നുറുക്കി, എത്ര സഖാക്കൾക്ക് നേരെ വധശ്രമം നടത്തി, എന്തൊക്കെ നടത്തി ഈ പാർട്ടി. അങ്ങനെ നടത്തിയ ഒരു പാർട്ടി എങ്ങനെയാണ് അത് താക്കീതായിരുന്നല്ലോ, വിമതന്മാർക്കുള്ള താക്കീതായിരുന്നല്ലോ ചന്ദ്രശേഖരന്റെ കൊലപാതകം. നാളെ ഇനി ആരും വരേണ്ടതില്ല, ഈ അനുഭവമാണ് വരാൻ പോകുന്നത് എന്നായിരുന്നല്ലോ. അപ്പോൾ ഒരു സാക്ഷി പറയുന്ന ഒരു സാധാരണക്കാരൻ വന്നാൽ എന്തായിരിക്കും അനുഭവം നികേഷേ? അവർക്ക് പറയാൻ സാധിക്കുമോ? 52 സാക്ഷികൾ, ഞാനതാ പറയുന്നത്, പ്രധാനപ്പെട്ട സാക്ഷികൾ കൂറുമാറി. അതൊക്കെ ഈ കേസിനെ ബാധിച്ചിട്ടുണ്ട്. മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയ സാക്ഷികൾ കൂറുമാറ്റിച്ചു. വലിയ സ്വാധീനത്തിൽ. എന്തിനു പറയുന്നു? പബ്ലിക് പ്രോസിക്യൂട്ടറെ ഉൾപ്പെടെ അപ്പുറത്ത് എത്തിച്ചില്ലേ ഒരു കേസിലെ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ആളുകൾ CPMന്റെ പക്ഷത്തേക്ക് ചേർന്ന ഒരു കേസല്ലേ ഇത്? ആ കേസിനെ ഇത്രയ്ക്കോടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്ര പ്രതികളെ ശിക്ഷിക്കാൻ ചെറിയ കാര്യമല്ലല്ലോ നികേഷേ. ഞങ്ങൾക്ക് അധികാരമില്ല, ഞങ്ങൾക്ക് പണമില്ല, പക്ഷേ സത്യമെന്നൊരു കാര്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ആ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് സാധിച്ചു. കോടതി സാധാരണ മനുഷ്യപക്ഷത്ത് നിന്നു. കോടതി ഈ തെളിവുകൾ കോടതിക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചു. ഒരു മനുഷ്യനെ ക്രൂരമായി കൊല ചെയ്തത് എന്തിന്റെ പേരിൽ? ഇപ്പോഴും പറയണം, എന്തിനാണ് ചന്ദ്രശേഖരനെ കൊന്നത്? ഒരു ക്രിമിനൽ കേസിൽ പ്രതിയല്ല, ഒരു പെറ്റി കേസിൽ പോലും ഇല്ലാത്ത ഒരാൾ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തതിന്റെ പേരിൽ, രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ, ഒരു രാഷ്ട്രീയ നിലപാടിൽ ഉയർച്ചു നിന്നതിന്റെ പേരിൽ അല്ലേ അദ്ദേഹത്തെ ക്രൂരമായി കൊല ചെയ്തത്? തെങ്ങിൻ പൂക്കുല പോലെ തെറിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അതേപോലെയല്ലേ കൊല ചെയ്തത്? അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഒന്നും പറ്റിയിരുന്നില്ല. മുഖം കാണാൻ പറ്റിയിരുന്നോ? തലച്ചോറ് ചതറിച്ചിട്ടില്ലേ? ആ മുഖം ഒരു നോക്ക് കാണാൻ എനിക്ക് സാധിച്ചിരുന്നോ? അങ്ങനെ ചെയ്തില്ലേ ഈ പാർട്ടി? എന്നിട്ട് ന്യായീകരിക്കുന്നു ഇപ്പോൾ വീണ്ടും. നിങ്ങൾ ഈ പൊതുസമൂഹത്തിൽ തുറന്നു പറയണം, ഞങ്ങൾ ചന്ദ്രശേഖരനെ കൊന്നിരുന്നു, തെറ്റായിപ്പോയി, അത് ചെയ്തത് തെറ്റായിപ്പോയി, അങ്ങനെ പാർട്ടിക്കെതിരെ നിൽക്കുന്ന ആളുകളെ കൊല്ലാൻ പാടില്ല, ഞങ്ങളത് ഉപേക്ഷിച്ചു, നിങ്ങൾ പറയുകയാണ് വേണ്ടത്. ഇനിയും ന്യായീകരിച്ച് ഈ പാർട്ടി അവസാനിക്കുന്നു എന്ന് പറയുന്നു. പാർട്ടി ആരും ഇല്ലാതാക്കിയല്ല, പാർട്ടി താനെ നശിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നേതൃത്വത്തിന്റെ സ്വാർത്ഥ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് അധികാരം നിലനിർത്താൻ വേണ്ടി. അഡ്വക്കേറ്റ് AK ജയശങ്കർ നമ്പ്യാർ ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ്. The question that loomed large, however, was who would commit such a barbaric act and why എന്നാണ്.